എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 26 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയായിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന കമന്റൊക്കെ കണ്ടു. ബാങ്ക് അക്കൗണ്ടിലാണ് ലഭിക്കാത്തത് എങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. സേവനയുടെ സൈറ്റിൽ ഒന്ന് പരിശോധിക്കാൻ മറക്കരുത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണിത്. അവർക്ക് മരുന്നും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കുമായി മറ്റു ആളുകളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയിൽ വൻ മാറ്റമാണ് ഒക്ടോബർ മാസം മുതൽ വരാൻ പോകുന്നത്. ഒക്ടോബർ മാസം മുതൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലല്ല പെൻഷൻ വിതരണം ഉണ്ടാകുക എന്ന് സംസ്ഥാന ധനവകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിന്റെ ഒരു പ്രത്യേകത, വിതരണം ചെയ്യുന്ന അന്ന് തന്നെ തുക എത്തും എന്നുള്ളതാണ്. സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തോളം ആളുകളാണ് ഉള്ളത്. 26 ലക്ഷത്തോളം ആളുകളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത്. നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വാങ്ങുന്നവരും സർവീസ് സഹകരണ സംഘങ്ങൾ മുഖേന വീടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്നവരുമാണ് ഉള്ളത്. എന്നാൽ വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന 90% ആളുകളെയും അല്ലെങ്കിൽ 95% ആളുകളെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പലവിധ കാരണങ്ങളാണ് അതിനുണ്ടായിട്ടുള്ളത്. അതായത് ഈ ഉത്സവ സീസണുകളിൽ മുൻപ് ഉണ്ടായിരുന്നത് പോലെയല്ല, ഇനി അങ്ങോട്ട് എല്ലാ ഉത്സവ സീസണുകളിലും പെൻഷൻ വിതരണം ഇപ്പോഴത്തെ രീതിയിലാണ് എങ്കിൽ മനഃപൂർവ്വം വിതരണക്കാർ വൈകിപ്പിക്കുകയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്യും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം സംസ്ഥാനത്തെ 90%-ലധികവും സർവീസ് സഹകരണ സംഘം ജീവനക്കാർ ഇടതുപക്ഷ അല്ലെങ്കിൽ നിലവിലെ പ്രതിപക്ഷ പാർട്ടിയുടെ അനുഭാവികളോ പ്രവർത്തകരോ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പെൻഷൻ നേരത്തെ വിതരണം ചെയ്താൽ പോലും അത് തടഞ്ഞു വെക്കുകയോ ഹോൾഡ് ചെയ്തു വെച്ച് അതൊരു വാർത്തയാക്കി സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്നാണ് വിവരം. ഔദ്യോഗികമായി സർക്കാർ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് തന്നെയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് മാസത്തിലാണ്. ആ ഒരു മെയ് മാസത്തിൽ വിതരണം ചെയ്ത പെൻഷൻ പോലും ആ ഒരു രീതിയിൽ വിവാദമായിരുന്നു. പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഇടതുപക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ സർക്കാർ ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അതായത് അവരുടെ നിയന്ത്രണത്തിൽ നിന്നും പെൻഷൻ വിതരണം മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് അതിനുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഒരു സഹായം വീടുകളിൽ സ്വീകരിച്ചിരുന്ന ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. നിലവിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് വലിയ പ്രയാസം ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിൽ തന്നെ അതിൽപ്പടി വിതരണം നടത്താൻ വേണ്ടി തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അവരെയും സർവീസ് സഹകരണ സംഘങ്ങളിലൂടെയല്ല വിതരണം ചെയ്യുക, പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പെൻഷൻ വാങ്ങുന്നവർ, വീട്ടിൽ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ദേശസാൽകൃത ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഉടനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് സർക്കാർ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ തിരക്കാകും. അതുകൊണ്ട് തന്നെ SBIയിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ കാനറ ബാങ്കിലോ സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ ഗ്രാമീണ ബാങ്കിലോ എവിടെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ഒരു അക്കൗണ്ട് എടുക്കുക. സഹകരണ ബാങ്കുകളിലല്ലാത്ത ഒരു അക്കൗണ്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ വേറൊരു അക്കൗണ്ട് എടുക്കേണ്ടതില്ല. ആ അക്കൗണ്ട് രേഖകൾ സേവനയിൽ സമർപ്പിച്ചാൽ മതി. അത് എന്ന് സമർപ്പിക്കണം എന്ന് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. കൃത്യമായിട്ടുള്ള നിർദ്ദേശം വരുമ്പോൾ ആ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം നമ്മുടെ ചാനലിലൂടെ കൃത്യമായിട്ട് വിവരങ്ങൾ നൽകുന്നതാണ്. സ്വീകരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുകയോ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ട് മാറ്റി കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ്. പെൻഷൻ വാങ്ങുന്നവർ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരോ ഉള്ള അക്കൗണ്ട് മരവിച്ചു പോയവരോ ആയിട്ടുള്ള ആളുകൾക്ക് പുതിയൊരു അക്കൗണ്ട് എടുക്കുകയോ നിലവിൽ പഴയ അക്കൗണ്ടുകൾ ആക്റ്റീവാക്കി KYC നടപടി പൂർത്തിയാക്കി ആക്റ്റീവാക്കി എടുക്കുകയോ വേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, പെൻഷൻ അനർഹരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് പരിശോധന വരും. ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു പരിശോധന വരിക. മസ്റ്ററിംഗ് തന്നെ 2ാം ഘട്ടത്തിലേക്ക് സെപ്റ്റംബർ 1 മുതൽ കടക്കുകയാണ്. ക്യാമ്പുകളിലൂടെയുള്ള മസ്റ്ററിംഗ് സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കും.
അവസാന ആഴ്ചകളിൽ വീടുകളിൽ എത്തിയുള്ള മസ്റ്ററിങ്ങും ആരംഭിക്കും. ഇപ്പോൾ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഉടനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയവും കുറച്ച് മാത്രം, ഈ ഒരു സമയം തന്നെയാണുള്ളത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വീടുകളിൽ എത്തിയുള്ള മസ്റ്ററിംഗ് കഴിഞ്ഞ വർഷത്തേതുപോലെ നടക്കില്ല. തികച്ചും അർഹരായിട്ടുള്ള ആളുകൾക്ക്, അതായത് ഒരു തരത്തിലും അക്ഷയയിൽ പോവാൻ കഴിയാത്ത ആളുകൾക്ക് മാത്രമായിരിക്കും. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റിലൂടെ അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം പോവാൻ കഴിയാത്ത, പുറത്തിറങ്ങാൻ കഴിയാത്ത, നിലവിലെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വീടുകളിലെത്തി അക്ഷയ ജീവനക്കാർ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കും. ബാക്കിയുള്ളവർക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇനി കേന്ദ്രത്തിന്റെ കൂടി ഒരു നിയന്ത്രണത്തിലായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ്. DBT ട്രാൻസ്ഫർ വഴി നേരിട്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക. പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ, നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ട് എങ്കിൽ അത് ആധാർ കാർഡുമാണ് വേണ്ടത്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഒക്ടോബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് വിവരം. കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമായിട്ടുള്ള ചികിത്സാ സഹായം ലഭിക്കുന്നുണ്ട്. കാരുണ്യയിൽ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും അല്ലാത്തവർക്കും സഹായം ലഭിക്കുന്നുണ്ട്. ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും ഉൾപ്പെടാത്തവർക്ക് വരെ കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ കുടിശ്ശികയായതിനെ തുടർന്ന് പല ഹോസ്പിറ്റലുകളും താൽക്കാലികമായിട്ട് കാരുണ്യ പദ്ധതി ചികിത്സ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഓണത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഈ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചതോടുകൂടി കാരുണ്യ ചികിത്സാ പദ്ധതി വീണ്ടും ആക്റ്റീവ് ആവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കൂടാതെ തന്നെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷ ചികിത്സ ഉറപ്പുവരുത്തുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 2027 ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് വിവരം. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി. 2027 മുതൽ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. നിലവിൽ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ചേരാൻ കഴിയുന്ന രൂപത്തിൽ, അതായത് ചെറിയൊരു പ്രീമിയം തുക അടച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതിയിലേക്ക് ചേരാൻ കഴിയുക. അതേസമയം ദാരിദ്ര്യക്ക് താഴെയുള്ള, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് താഴേക്കുള്ള ആളുകൾക്ക് ആ ഒരു പ്രീമിയം തുക ഓരോ വർഷവും ഇതിന് പ്രീമിയം തുക അടയ്ക്കേണ്ടി വരും. ആ ഒരു പ്രീമിയം തുക സർക്കാർ അടയ്ക്കും. മറ്റുള്ള ആളുകളുടേതെല്ലാം അവനവൻ തന്നെ അടയ്ക്കേണ്ടി വരും. ആ ഒരു രീതിയിലാണ്, ചെറിയൊരു തുകയായിരിക്കും അടയ്ക്കേണ്ടി വരിക. എന്നാലും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷയാണ് ഓരോ വർഷവും ഇതിലൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നിലവിൽ ലഭിക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കാരുണ്യ പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ കാസ്പ് കാർഡുള്ളവർക്കൊക്കെയാണ് അത് ലഭിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്നത്. എന്നാൽ അതില്ലാത്ത ആളുകൾക്ക് ലോട്ടറി വകുപ്പിന്റെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേനയും സഹായം ലഭിക്കും. ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ സഹായമാണ് ചികിത്സയ്ക്കായി ഇതിലൂടെ ലഭ്യമാകുന്നത്. രോഗികൾക്കാണെങ്കിൽ 3 ലക്ഷം രൂപയുടെ സഹായവും ഇതിലൂടെ ലഭിക്കും. അതിന് എപ്പോഴാണോ ചികിത്സയ്ക്ക് ആവശ്യം വരുന്നത് അപ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മുഖാന്തരം സംസ്ഥാന ലോട്ടറി വകുപ്പിലേക്കാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ടിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് വരെ റേഷൻ കട പ്രവർത്തിച്ചിരുന്നു. നാളെയും മറ്റന്നാളും റേഷൻ കട അവധിയാണ്. 28-ാം തീയതി മുതലായിരിക്കും ഇനി റേഷൻ കട പ്രവർത്തിച്ചു തുടങ്ങുക. 29, 31 തീയതികളിൽ മാത്രമായിരിക്കും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ കഴിയുക. ഓണക്കിറ്റ് വാങ്ങാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ 31 വരെ വാങ്ങാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളും അതുവരെ വാങ്ങാൻ കഴിയുന്നതാണ്. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സെപ്റ്റംബർ 3-ാം തീയതി മുതലായിരിക്കും ആരംഭിക്കുക. സെപ്റ്റംബർ 1-ാം തീയതി ചൊവ്വാഴ്ചയും സെപ്റ്റംബർ 2-ാം തീയതിയും അവധിയായിരിക്കും. സെപ്റ്റംബർ 1-ാം തീയതി ആദ്യ പ്രവൃത്തി ദിവസത്തെ അവധിയും 2-ാം തീയതി നബിദിന അവധി മാറ്റിയതുമായി ബന്ധപ്പെട്ട നബിദിന അവധി, അതായത് ഇന്ന് ശരിക്കും അവധിയാണ്, ആ ഒരു അവധി മാറ്റിയതുമായി ബന്ധപ്പെട്ട അവധിയാണ്. ഞായറാഴ്ച റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നു. അതിന് പകരമായിട്ടാണ് 27-ാം തീയതി, അതായത് 3-ാം ഓണത്തിന് അവധി നൽകിയിട്ടുള്ളത്.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്ന് കാണാം. ദൂരേക്കും ബൈ.